Hi all. എൻ്റെ പല വീഡിയോയുടെ താഴെയും ഒരുപാട് കമൻസ് ഇപ്പോൾ കാണാറുണ്ട്. ദേവസ്വം ബോർഡ് LDCയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഞാനിത് മുമ്പ് കഴിഞ്ഞൊരു മാസം ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. സോ എന്നാണ് അടുത്ത നമുക്ക് ദേവസ്വം ബോർഡ് LDയുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത? നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാവുന്നതാണ്. സോ നമുക്കിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LDC നോട്ടിഫിക്കേഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് ലാസ്റ്റ് ടൈമിലായിട്ട് ഇതിൻ്റെ എക്സാം നടക്കുന്നത് 10/1/2021 ഇതിന്റെ എക്സാം നടക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 7/8/2021. സോ നമുക്കറിയാം ഇതിന്റെ ഒരു 7/8/2021 റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഇതിന് 3 വർഷമാണ്. സോ 2022, 23, 24 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 7/8/2024 വരെ. പക്ഷേ 23/4/2024 ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടിയത് കൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവസാനിച്ചതായിട്ട് ദേവസ്വം ബോർഡ് തന്നെ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവസാനിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരണമല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഏകദേശം മാർച്ച് ഏപ്രിൽ ഈ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് അപ്പം മെയ് മാസം മുതൽ നമ്മൾ മെയ് മാസവും ജൂണിലും ഒക്കെ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ നിങ്ങൾ നോക്കണ്ട, ഓഗസ്റ്റ് മാസത്തോടെ ഇതിന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്, ദേവസ്വം ബോർഡിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും നിങ്ങൾ ഓഗസ്റ്റ് മാസത്തോടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സിലബസിൽ പ്രധാനമായിട്ടും വരുന്നത് GK, ഇംഗ്ലീഷ്, മാത്സ്, സ്പെഷ്യൽ ടോപ്പിക്. GK, ഇംഗ്ലീഷ്, മാത്സ്, സ്പെഷ്യൽ ടോപ്പിക് ഇതിലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് GK കുറേ ഉണ്ട്, സിലബസ് വലിച്ചു വാരി സിലബസ് ഉണ്ട്. പക്ഷെ റാങ്ക് മേക്കിംഗ് ഈ ഇംഗ്ലീഷും മാത്സും സ്പെഷ്യൽ ടോപ്പിക്കും കുറച്ചൊന്ന് സോർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട്, അതായത് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ GK പോകാം. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, സ്പെഷ്യൽ ടോപ്പിക്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് GKയും പഠിച്ചു. പിന്നെ ഇംഗ്ലീഷും മാത്സും സ്പെഷ്യൽ ടോപ്പിക്കും സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. കാരണം ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് ടൈമിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആയിരുന്നു. അന്ന് മുതൽ തന്നെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കരുതുന്ന അന്ന് +2 + DC എന്ന് പറഞ്ഞു. പക്ഷേ DC ഒന്നും കമ്പൽസറി ആക്കാൻ സാധ്യതയില്ല. മേ ബി ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു മേ ബി ക്വാളിഫിക്കേഷൻ +2ലേക്ക്, 10ാം ക്ലാസ് ആയിരുന്നു അന്ന്, അപ്പോൾ ക്വാളിഫിക്കേഷൻ മാറ്റാനൊരു സാധ്യത എന്ന് വെച്ചാൽ അത് +2ലേക്ക്, ക്വാളിഫിക്കേഷൻ +2ലേക്ക് വരും. പക്ഷേ DC അത് കമ്പൽസറി ഒന്നും ആക്കില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഓർക്കുക. അല്ലാതെ കുറേ കമൻസ് വരാറുണ്ട് DC കമ്പൽസറി ആണോ എന്ന്. അപ്പോൾ സാധാരണ നമ്മുടെ PSCയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ് ഇതിനും ഉള്ളത്. സ്പെഷ്യലായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ, അതായത് പ്രത്യേകിച്ചും PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങളിപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അത് നല്ല രസകരമാണ്. നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക. ചാനൽ ADA 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ദേവസ്വം ബോർഡ് LDCയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഡെയിലി ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ അത് അവൈലബിൾ ആണ്. അതുപോലെ എൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഹൗ ടു അപ്ലൈ, ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട്. പിന്നെ പല പരീക്ഷകൾക്കും തയ്യാറാവുന്നവർക്ക് ഒരുപാട് കോണ്ടന്റ് സെഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കണം. പിന്നെ വ്യക്തമായ രീതി നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങണമെങ്കിൽ നമ്മൾ ADA 24/7 മലയാളം ദേവസ്വത്തിൻ്റെ ഒരു ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് ലിങ്ക് ADA 24/7 മലയാളം എന്ന ഫസ്റ്റ് ലിങ്ക് നോക്കുക. ഇവിടെ 4ാമത് കിടപ്പുണ്ട് ദേവസ്വം ബാച്ച്. അപ്പോൾ ഇവിടെ നിങ്ങൾ
ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ നൗ ആണ്. ബൈ നൗ കൊടുക്കുക. അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ 2323 രൂപയാണ്. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 17% ഓഫർ മാറി 27% ഓഫർ ആകും. അതായത് ഏകദേശം ഒരു 2000 അടുത്ത പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ്. സൺഡേ നൈറ്റ് 12 മണി വരെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, Y362 Y362. ദെൻ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. പിന്നെ ഏതൊരു നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. നോട്ടിഫിക്കേഷൻ വന്നോട്ടെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം മാക്സിമം നിങ്ങൾ പഠിച്ച് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇ ബുക്ക് ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ ഇതിൽ ഇ ബുക്കും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്കും ഒക്കെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഉടനെ സ്റ്റോറിൽ ആഡ് ചെയ്യും. നമ്മൾ ഈ വീക്കിൽ കമ്മിങ് വീക്കിൽ തന്നെ കിട്ടും. അതൊക്കെ ഈ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യണം. കോഡ് മറക്കണ്ട, Y362. അപ്പോൾ ഓഫർ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയതാണ്. ഞായറാഴ്ച രാത്രി 12 മണി വരെ ഉണ്ട്. ആ സമയത്ത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.